എന്നാലും എന്റെ സരസ്വതിയമ്മേ, ഇത്രയും വലിയ ദുഷ്ടലാക്കോടെയാണ് നിങ്ങളുടെ മോനെ അവളെ ആ ചെറുക്കനെ കെട്ടിച്ചോട്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? രാധയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നെങ്കിൽ പ്രഭാകരൻ എന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ ആ ബോംബെക്കാരി പെണ്ണിനെ കെട്ടാൻ നടക്കണമെന്ന് പറഞ്ഞതോ? ഇത്രയും കാലം നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാ. ഓ ദേ വരണ. നമ്മള് പോവാണേ. പാടി നടക്കടി. ഒരമ്മ ഈ മകനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തതാ എന്റെ മോൻ കേൾപ്പിച്ചത്. എന്റെ മോൻ ഒരാളെയും വഞ്ചിക്കില്ലെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. നാടിനും നാട്ടാർക്കും വേണ്ടി രാപകൽ ഓടി നടന്നിരുന്ന നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാകര. എനിക്ക് നിന്നെ കാണണ്ട. സമസ്ത കേരളം പീവോ. അങ്ങനെ അവന്റെ ശവക്കുഴി അവൻ തന്നെ തോന്നി. സ്വന്തം പത്രത്തില് പത്രാധിപരെ കുറിച്ചൊരു മോശം വാർത്ത വരുന്നത് ഒരു ഭാഗ്യമല്ലേ ചാണ്ടി? നീ വാർത്ത വായിക്കേ. ഇളയപ്പൻ കേട്ടെങ്കിൽ കോരി തരിക്കട്ടെ. ഒളിസേവ പി.കെ. പ്രഭാകരൻ പിടിയിൽ. സൽസ്വഭാവി ആദർശവാനായ രാഷ്ട്രീയ പ്രവർത്തകൻ, ജനക്ഷേമ തൽപരനായ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടന്ന കള്ളനും കപട സദാചാരവാദിയും സർവോപരി വ്യഭിചാരിയും കാമവെറിയനുമായ ജാരൻ പി.കെ. പ്രഭാകരന്റെ പരസ്ത്രീ സംഗമം നാട്ടുകാർ കയ്യോടെ പിടിച്ചു. ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താ? ഏയ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. നന്നായിട്ടുണ്ട്. ബാക്കി വായിക്കാം. ലൈംഗിക കേട്ട വാർത്ത മധുരം, കേൾക്കാത്തത് ഇരട്ടി മധുരം എന്നല്ലേ? ആ ഇരട്ടി മധുരം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് നാട്ടുകാർക്കും പത്രക്കാരായ പത്രക്കാർക്കും വേഗം ഒത്തിച്ചു കൊടുക്കണം. എറണാകുളത്തും തിരുവനന്തപുരത്തും ഇങ്ങനെ ഇരുന്ന് നമസ്കാരം എന്ന് വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡർ മാറി ഇതെടുത്തിട്ട് പെരിക്കിയാൽ പിന്നെന്തായിരിക്കും അവന്റെ സ്ഥിതി? അവൻ ഇപ്പോഴേ മരിച്ചു. ഇനിയും കുത്തിക്കൊല്ലണോ? അതിപ്പോ വേണം. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനായിരുന്നിട്ട് കാര്യമില്ല. മെമ്പർ പ്രഭാകരൻ പിടിയിൽ, പഞ്ചായത്ത് മെമ്പർ പിടിയിൽ. എന്നാൽ ഈ പ്രഭാകരൻ വീന്ദ്രൻ തന്നെയാ അല്ല നായരെ? ശരി, ജീവിതകാലം മുഴുവൻ ഒരു സ്റ്റെപ്പിനെ കൊണ്ട് കടക്കാന്ന് വെച്ചാൽ ചില്ലവൻ കളിയാണ്. പെൺമണിയൻ പ്രഭാകരനെ പരാജയപ്പെടുത്തുക. അടിച്ചു പൊളിക്കണം. പ്രഭാര, ഒരാഴ്ചത്തെ പരോളിന് വന്നതാ. അപ്പോഴാ തന്റെ കഥകളൊക്കെ അറിഞ്ഞത്. അക്ഷരം കൂട്ടി പറഞ്ഞ നാളല്ലേ? ഇനി മാഷിന്റെ പഴി കൂടിയേ കേൾക്കേണ്ടതുള്ളൂ. എനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയത് വെറുതെ മാഷെ. ഏൽപ്പിച്ചതൊന്നും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ തോക്കാം. പക്ഷെ സ്വന്തം മനസ്സിന്റെ മുമ്പിൽ തോറ്റാൽ പിന്നൊരാൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിന്റെ സമരത്തിന്റെ വഴിയൊന്ന് മാറ്റേണ്ട സമയമായി പ്രഭാര. നേരിന്റെ രാഷ്ട്രീയം ഇല്ലാതാകുമ്പോ നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ നേരെന്താണെന്ന് കണ്ടെത്തണം. ആ നേരിന്റെ അർത്ഥം പുതിയ കാലത്ത് ചതിയെന്നാണെങ്കിൽ അത് തിരിച്ചു പ്രയോഗിക്കാനും നാം മടിക്കേണ്ടതില്ല.
അതെ രാമകൃഷ്ണൻ, മൈക്കിൾ. പക്ഷേ ആ പേരിൽ തന്റെ മകളെന്നെ അറിയില്ല. അവൾക്ക് ഞാൻ മൈക്കിൾ അല്ല, ക്രിസ്റ്റി തോമസ്. ആരാ രാമകൃഷ്ണ ഇത്? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ നിനക്കും നിന്റെ പപ്പയ്ക്കും തന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ രാമകൃഷ്ണ, തന്നു തീർക്കാവുന്ന ബാധ്യതയാണോ താൻ ഉണ്ടാക്കി വെച്ചത്? പലിശ മാത്രം കണക്കൂട്ടിയാൽ തന്നെ താൻ തന്നത് മതിയാവോടോ? ഇനി ഈ വീടും പറമ്പും മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. തീർച്ചയായും മുതലായും പലിശയായുമുള്ള സകല ബാധ്യതകളും ഞാൻ അവസാനിപ്പിക്കാം. പക്ഷെ തന്റെ മകളെ എനിക്ക് വിട്ടുതരണം. അവളെ വിളിക്കേ പ്ലീസ്, എന്നോട് കരുണ കാണിക്കണം. ആ ക്രിസ്റ്റിയിലും അവൻ രഞ്ജിനെ കൊണ്ടുവന്നു പറഞ്ഞ തറവാട്ടിലേക്ക് കുറെ ആൾക്കാരുമായിട്ട് പോയിട്ടുണ്ട്. വെട്ടുപലിശയ്ക്ക് കാശെടുത്തിട്ട് മക്കളുടെ സ്കൂൾ ഫീസ് അടക്കുകയും അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കുകയും ചെയ്യുന്നവരാ നമ്മൾ മലയാളികള്. കെണിയാണെന്നറിഞ്ഞിട്ട് നിന്നെ പോലുള്ളവർക്ക് തലവെച്ച് തരുന്നതേ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാ. അത് തിരിച്ചു വേണമെന്ന് വാശി പിടിക്കുന്നത് കഷ്ടല്ലേ മക്കളെ? അതുകൊണ്ട് പോയത് പോയി എന്ന് കരുതി മോൻ ചെല്ല്. ഓടാ. കുറച്ചുനാള് ഞാനൊരു വിഡ്ഢിവേഷം കിട്ടി. നിന്റെ മനസ്സിൽ ഇടമില്ലെന്നറിയാതെയാ ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. അർഹതയില്ലാത്തടത്ത് കയറിപ്പറ്റാൻ ശ്രമിച്ചത് അതെന്റെ തെറ്റാ. പ്രഭേ, എന്റെ മോൾക്കൊരു അബദ്ധം പറ്റി എന്നുള്ളത് സത്യ. പക്ഷെ ഇപ്പൊ ഇവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. ഇവളുടെ തെറ്റ് പൊറുക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ. ഏയ്, അത് ശരിയാവില്ല. ഇപ്പൊ നിന്റെ മനസ്സിൽ ക്രിസ്റ്റിയോടുള്ള തീരാത്ത പകയാ. ആ പകയാണ് എന്നോടുള്ള ഇഷ്ടമായിട്ട് മാറിയിരിക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോ നീ ക്രിസ്റ്റിയെ മറക്കും. അപ്പൊരു പക്ഷേ ഞാനാവേണ്ടിയിരുന്നില്ല ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നൊരു തോന്നൽ നിനക്കുണ്ടാവും. ആ സമയത്ത് ചിലപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് പറ്റിയ നല്ലൊരാളതാ അച്ഛൻ കണ്ടെത്തി തരും. എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ കുരിശുപള്ളിക്കൽ അവറാച്ചൻ വിജയിച്ചിരിക്കുന്നു. ലക്ഷം ലക്ഷം പിന്നാലെ അവറാച്ചൻ സിന്ദാബാദ്, അവറാച്ചൻ സിന്ദാബാദ്. അവനെ അടിച്ചു നിർത്താൻ പറയട്ടെ. വരട്ടെ. ചാണ്ടി, മാല ഇടാനാണ് വന്നത്. അയ്യോ, സോറി. സന്തോഷം. ഒറ്റൊരുത്തിനെടുക്കരുത്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങളിൽ ഒരാളിനെ തൊടുന്നതിന് മുമ്പ് ഞാനിവന്റെ കഥ കഴിച്ചിരിക്കും.
അയ്യോ, ആരും എടുക്കരുത്. എന്നെ വിടു പ്രഭാകര. എന്റെ അച്ഛൻ മാത്രമേ ഗാന്ധിയനായിരുന്നുള്ളൂ. മുത്തച്ഛൻ INA സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെയായിരുന്നു. ഗതികെട്ട പ്രഭാകരൻ അഹിംസ വിടുമവറാച്ച. ആരും വരരുത്, എന്നെ വിടു പ്രഭാകര. എല്ലാ കാലത്തും എന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞു നടന്നവനാ താൻ. ആ തന്നെ അവസാനിപ്പിക്കേണ്ടത് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാ. പ്രഭാകര, എന്നെയും എന്റെ അനുജത്തെയും ചേർത്താ താൻ കഥകൾ മെനഞ്ഞത്. അത് ഈ നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ താൻ കളിച്ച നാടകം എന്തായിരുന്നുവെന്ന് ഇവിടെ ഇവിടെ വെച്ച് പറയണം. വേണ്ട പ്രഭാകര, വേണ്ട. ഈ കള്ള നായന്റെ മോനെ എല്ലാത്തിനും കാരണം സത്യം എന്താണെന്ന് തുറന്നു പറയണം. അവനെന്തിനാ ഇയാള് പറയും? പറയടാ. പറയാം, ഈ നുണക്കഥ ഉണ്ടാക്കിയത് ഞാനാ. ആ പെൺകുട്ടിയും പ്രഭാകരനുമായി ഒന്നുമില്ല. സത്യം, സത്യം. അവറാച്ച, താൻ എനിക്കെതിരെ എടുത്ത് പയറ്റിയതൊരു പഴയ അടവ. എന്നിട്ടും താൻ തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു. താൻ പറഞ്ഞത് മുഴുവൻ ഈ നാട്ടുകാരെ വിശ്വസിക്കുകയും ചെയ്തു. അതവരുടെ വിധി. അതുകൊണ്ട് തനിക്ക് തരാനുള്ളത് തന്നേ പറ്റൂ. വാടാ. PK പ്രഭാകരൻ സിന്ദാബാദ്. ഇലക്ഷൻ വീണ്ടും നടത്തുക. തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യുക. ഇലക്ഷൻ വീണ്ടും നടത്തുക. PK പ്രഭാകരൻ സിന്ദാബാദ്. PK പ്രഭാകരൻ സിന്ദാബാദ്. വേണ്ട. ഇടതായാലും വലതായാലും ആര് കൊളുത്തിവിട്ടാലും മുകളിൽ ചെന്ന് പൊട്ടാനുള്ള യോഗമേ ഇവർക്കൊക്കെ ഉള്ളൂ. മുൻപിൽ നിന്ന് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് എനിക്ക് ഒരു പദവിയിലും എത്തണ്ട. എപ്പോഴും എല്ലാവർക്കും എന്നെ വേണമെന്നുള്ളത് എന്റെ മിഥ്യാധാരണയായിരുന്നു. പ്രഭാകരൻ തോറ്റു, എന്നേക്കുമായിട്ട് തോറ്റു. അമ്മ റെഡിയാവുന്നില്ലേ? സമയം പോണു. എന്താ അമ്മ ഇത്? ചെയ്യാത്ത തെറ്റിന് എന്റെ കുട്ടിയെ ഞാനും കൂടി പഴി പറഞ്ഞല്ലോ ഈശ്വര. സൂര്യനെയും ചന്ദ്രനെയും വരെ ഗ്രഹണം ബാധിക്കുന്നില്ലേ അമ്മേ? ഞാനത് മറന്നു. അമ്മയും മറന്നേക്ക്. കരുകൊള്ളൂ. ഇതെവിടേക്കാ? ഒരു സമ്പൂർണ്ണ സായുധ വിപ്ലവത്തിന് ഇനി സാധ്യതയില്ല പ്രഭാകര. ഞാനൊരു കാലഹരണപ്പെട്ട പുണ്യാളനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്, ഇനി അതാണ് എന്റെ സ്വപ്നം. ഞാനും നിന്നോടൊപ്പം ഇനി എന്നും ഉണ്ടാവും. രഘുപതി രാഘവ രാജാറാം പ്രഭാകര, എനിക്ക് നിന്നോട് ഒരു പരിഭവമില്ല കേട്ടോടാ. ഇത് വാങ്ങ. ബുക്ക് സ്റ്റോളിന്റെ താക്കോല. നല്ല എന്തെങ്കിലും കച്ചവടം ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കേ. ഒരിക്കൽ ഇഴപൊട്ടിയത് പിന്നെയും കൂടിച്ചേർന്ന ആ ബന്ധം ഒരു കാലത്ത് മുലയില്ലെന്നാണ് പറയാറ്. എന്നും നന്നായിരിക്കും. കോട്ടെ വല്യമ്മ. മോൾ ഇത്ര നേരത്തെ ഗാന്ധി മാർഗം സ്വീകരിച്ചോ? ആ ഗാന്ധിയുടെ മാർഗമല്ല മുമ്മേ, ദേ ഈ ഗാന്ധിയുടെ.